എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഓണസ്റ്റായിട്ടും എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നുമല്ല ഈ ഇത് ചെയ്യുന്നത്. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ കല നിർമ്മിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് വേണമെന്നുള്ളത് വേണോ എന്ന ചോദ്യം ഉയരുന്നത് നിരന്തരമായ മാറ്റങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ നവീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം ശരിയാണ് എന്നൊരു പൊസിഷൻ എടുക്കുന്ന ഒരാൾക്ക് മാറ്റവും അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ആവാനുള്ള പോസിബിലിറ്റി അയാൾ തടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതുവഴി ഒരിടത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന വഴി. അപ്പോൾ അതിൽ കഴമ്പുണ്ടോ, കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഐ വുഡ് സേ ലൈക്ക് നിരന്തരമായ ചോദ്യം ചെയ്യലായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു ഡോണ്ട് സെറ്റിൽ യുവർ സെൽഫ് എനിവേർ. നമ്മൾ കീപ് ക്വസ്റ്റ്യൻ. കംഫർട്ട് സോണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. കംഫർട്ട് സോണിൽ നിൽക്കുന്നത് നമുക്ക് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ പ്രിവിലേജ്ഡ് ആണെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ മാത്രമേ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും അവരാണ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഐ എം പ്രിവിലേജ്ഡ് ഇൻ സോ മെനി വേസ്. സോ ഐ ഷുഡ് ബി ദ വൺ ഹൂസ് സ്റ്റാർട്ടിങ്. അപ്പം അത് അവരെല്ലാവരും ചെയ്യുവാണെങ്കിൽ ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. ഈ ലോകം തന്നെ ഒരു നല്ലൊരു ബെറ്റർ സ്ഥലമായിരിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ നമുക്കിത് ബാധിക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ ഈ പോവോ എന്നൊക്കെയുള്ള പേടികളുണ്ടല്ലോ, അത് മനസ്സിലാക്കാവുന്നതാണ്, മനുഷ്യൻ്റെ വികാരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതും കൂടി ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മിണ്ടാണ്ടിരിക്കുന്നത് ഒരു ഭീരുത്വമാണെന്നും നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് പലതിനും അടിവറ വെക്കലുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ചുറ്റുമുള്ള രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ തോന്നില്ലുണ്ടെങ്കിൽ നിങ്ങളൊരു പരാജയമായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ.